ഫൈസൽ നെടുമ്പാല സംഭവ സ്ഥലത്ത് ചേരുന്നു. ഫൈസൽ, ഏറ്റവും ആദ്യം അറിയേണ്ടത് തുരങ്കപാതയ്ക്ക് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനിടെയാണോ ഈ അപകടം? അജിം, തീർച്ചയായും തുരങ്കപാതയ്ക്ക് നിർമ്മാണം നടക്കുന്നിടത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. അത് മാത്രമല്ല, തുരങ്കപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി 220 മില്ലിയിലധികമാണ് ഈ വെള്ളരിമല വില്ലേജിൽ പെയ്ത മഴ എന്ന് പറയുന്നത്. നീരൊഴുക്ക് അതിശക്തമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ നമുക്ക് പഴയ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കുകയാണെങ്കിൽ ആ കോൺക്രീറ്റ് ഭിത്തികൾ നമുക്കതിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ തുരങ്കപാതയുടെ മണ്ണിടിച്ചിലുമായി മണ്ണ് പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ ഭാഗത്തുള്ള ആളുകളുടെ കുടിവെള്ളത്തിന് വലിയ പ്രശ്നമുണ്ടാകുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഭാഗത്ത് കണ്ടിരുന്ന കോൺക്രീറ്റ് ഭിത്തി, വലിയ ഒരു കോൺക്രീറ്റ് ഭിത്തി അവിടെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും തകർന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഈ പാലത്തിന് തൊട്ട് സമീപത്തായി ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ അവശിഷ്ടം പോലും ഇവിടെ ബാക്കിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അതിന് തൊട്ടടുത്തുള്ള വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ താഴ്ഭാഗത്ത് നിരവധിയായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അവിടെ ഒരു ഉന്നതി ഉൾപ്പെടെ ആ ഒരു ഭാഗത്തുണ്ട്. അവിടെയുള്ള ആളുകളോടൊക്കെ പൂർണ്ണമായും അവിടെ നിന്ന് മാറാനുള്ള നിർദ്ദേശം ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പൂർണ്ണമായിക്കൊണ്ട് ഒരു പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. ചൂരൽമല, മുണ്ടക്കായ് പറയുന്ന പുത്തുമല ഉൾപ്പെടെയുന്ന അവിടെ നൂറുകണക്കിന് കുടുംബങ്ങൾ ആ ഭാഗത്ത് ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ പോലും പുറത്തേക്ക് എത്തിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത തരത്തിൽ പൂർണ്ണമായും പ്രധാനപ്പെട്ട റോഡ് ഇവിടെ പൂർണ്ണമായും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാലത്തിന് മുകളിൽ കള്ളാടി മീനാക്ഷി പാലത്തിന് മുകളിലേക്കാണ് ഈ മണ്ണ് പൂർണ്ണമായും വന്ന് ഇടിഞ്ഞിരിക്കുന്നത്. ഇനി നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ആരൊക്കെ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് നമുക്കൊരു വ്യക്തതയില്ലാത്തത്. ഒരു ആളെ 3 പേരെ ഇവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതീവ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. റെഡ് അലേർട്ട് ഇല്ലാതിരുന്നതിനാൽ പണി നിർത്തിവെക്കാനുള്ള നിർദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ പണി നടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ പൂർണ്ണമായി കൊണ്ടുള്ള ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അപകടകരമായിട്ടുള്ള മറ്റൊരു കാര്യം. 15ഓളം തൊഴിലാളികൾ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ കാണുന്ന ഈ പാലത്തിന് തൊട്ട് സമീപത്തായി ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ ആളുകൾ കാത്തു നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. പെട്ടെന്നാണ് ഇത്തരത്തിലൊരു മണ്ണിടിച്ചിലുണ്ടായത്.